അപ്പോൾ ഇത് നമ്മളുടെ സ്റ്റേക്കേഷൻ്റെ അടുത്ത പാട്ടാണ്, പാർട്ട് 4 അല്ലേ? അതെ. അപ്പോൾ ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾക്ക് ആ വെള്ളത്തിൽ കൂടെ പോണ ബോട്ടില്ലേ, വെള്ള കളർ വലുതല്ലാട്ടോ, സൈഡിൽ കൂടെ വരണ ചെറിയ ബോട്ട്, അതിൻ്റെ ഉള്ളിൽ കയറണം എന്നാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്കണം. നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഫിഷ് ആൻഡ് ചിപ്സ് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല, ഈ തവണ ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഒരു ഫ്ലഷ് ഉള്ള ഒരു മീൻ അവർ പുഴുങ്ങിയിട്ട് മൈദമാവാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അതിലെന്തോ മുക്കി പൊരിച്ചിരിക്കുന്ന സെറ്റപ്പാണ്. കഴിച്ചിട്ട് പ്രത്യേകിച്ച് വികാരമൊന്നും എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒരു ക്യാരക്ടറെ ഞാൻ പല സ്റ്റൈൽ ഫുഡ്, അതിപ്പം കൊറിയൻ ആയിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, പല പല ഭക്ഷണങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ട്രൈ ചെയ്യും. പക്ഷെ എനിക്കെല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്നും എപ്പോഴും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് നമ്മുടെ നാടൻ ഫുഡാണ്. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് അത് ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഈ വ്യൂവിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണും കേട്ടോ. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഷീറ്റ് ഇട്ട സ്ഥലമില്ലേ, അതാണ് കേട്ടോ നമ്മുടെ മോണോറെയിലിൻ്റെ സ്റ്റേഷൻ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. കോസ്റ്റ്യൂം കണ്ടില്ലേ, ഷൂസൊക്കെ ഇട്ട് പോണത് എങ്ങോട്ടാണെന്നറിയോ? ബീച്ചിലോട്ട്. നമ്മൾ രണ്ടുപേരും പ്ലാനിങ്ങിൽ ഭയങ്കര സൂപ്പർ ആയതുകൊണ്ട് നമ്മൾ വേറെ ചെരുപ്പൊന്നും എടുത്തില്ല, ഈ ഒരു ഷൂസ് മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ആഗ്രഹങ്ങൾ നീണ്ടതാണ്, ബീച്ചിലിറങ്ങണം, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം. പക്ഷേ ഇതിന് പറ്റിയ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ വെറുതെ അങ്ങായി, ഒന്നും നടന്നില്ല. പിന്നെയില്ലേ, ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പം ഇരുട്ടായതിനു ശേഷമാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് വെളിച്ചത്ത് ഇതൊന്നും അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അപാര ചൂടാണ്. എന്നിരുന്നാലും നമ്മളിത് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇരുട്ടത്ത് മാത്രം ഇതൊക്കെ ആസ്വദിച്ചാൽ പോരല്ലോ, വെളിച്ചത്തും എങ്ങനെ ഇരിക്കണമെന്ന് നമ്മളൊന്നും അറിയണമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ദുബായ് വീലിൻ്റെ സൈഡിൽ നമ്മളുടെ സൂര്യൻ ഇങ്ങനെ താഴ്ന്ന് വരുന്നു. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, ഇതൊരു ജസ്റ്റ് ഒരു പോഷ് ഏരിയയാണ്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കുറേ ദിവസമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല, എവിടെ തൊട്ടാലും പൈസയാണ്. പിന്നെ നമ്മുടെ ബീച്ചിലോട്ടേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇത് ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പല വർണ്ണത്തിൽ ഭാവത്തിൽ അവരവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പയ്യെ നടന്ന് ബീച്ചിലോട്ട് പോകുക. നല്ല ചൂടാണ്. ഞാൻ ആലോചിക്കണമായിരുന്നു, കുറേ ആൾക്കാർ ഇത്ര ചൂടാണെങ്കിലും ആ മണലിലൊക്കെ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നുണ്ട്. എന്ത് വെയിലാണ്, പക്ഷേ എന്ത് ചൂടാണെന്ന് അറിയുമോ? ഞാൻ കുറച്ച് നേരം ഷൂസ് ഒന്ന് മാറ്റിയിട്ട് കാല് തറയിൽ കുത്താൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ആ മണലിൽ അവർ കിടക്കണത് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ എന്താ പറയുക, ഈ ചാള എന്താണ് അടക്കിയിട്ടിരിക്കണമെന്ന് പറയൂലേ നമ്മൾ, അതേ കണക്കാണ് അവിടെ ആൾക്കാർ കേട്ടോ. ഇവിടെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ബീച്ചിൻ്റെ സീരീസ് ഒരു ഷോർട്സ് ആക്കി ആക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും പറയുകയും വേണം. 3 മിനിറ്റല്ലേ കൊള്ളുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ